മെനപ്പോസ് ഉണ്ടാകുമ്പോൾ പ്രശ്നമാണ് ഹോട്ട് ഫ്ലഷസ്. പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്ക് ഭയങ്കരമായിട്ട് ചൂട് കൂടും, അത് കഴിയുമ്പോൾ വിയർക്കും, നെഞ്ചിടിപ്പ് വരും. ഇതെല്ലാം വന്നാൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില മാർഗ്ഗങ്ങളുണ്ട്. കഴിയുന്നതും ചൂട് അവോയ്ഡ് ചെയ്യുക, തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നിൽക്കാൻ ശ്രമിക്കുക, കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുക, ലെയേർഡ് ഡ്രസ്സുകൾ, കോട്ടൺ ലെയേർഡ് ഡ്രസ്സുകൾ. പിന്നെ എപ്പോഴും ധാരാളം വെള്ളം കുടിച്ച് ഹൈഡ്രേഷൻ നിലനിർത്തുക. പിന്നെ ഫുഡുകളിൽ കുറച്ച് ക്രമങ്ങൾ വരുത്തുക. ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് മെനപ്പോസ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലാന്റിലുള്ള ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ ഫുഡുകൾ ധാരാളം കഴിക്കുക. അത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് വൈൽഡ് യാംസ്, ബനാന, ഉലുവ, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ് ഒക്കെ ഇതിലെല്ലാം ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയതുണ്ട്. ധാരാളം ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുക. സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യുക, കോഫി, ടീ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. എക്സസൈസിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. കാൽസ്യം അടങ്ങിയ ഫുഡുകൾ കഴിക്കുക. വൈറ്റമിൻ D3, ഫോളിക് ആസിഡ് ഇവ സപ്ലിമെൻറ്റ് ചെയ്യുക. മെനോപോസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ഒരു അസുഖമല്ല. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമുക്ക് ട്രീറ്റബിളാണ്, ക്യൂറബിളാണ്. ഇതൊന്നും കൊണ്ട് നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്.